ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സദ്യയിലൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കറിയായ ഇഞ്ചിക്കറിയാണ്. ഇഞ്ചിക്കറി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. 100 ഗ്രാം ഇഞ്ചി വറുത്തെടുക്കാൻ എളുപ്പത്തിന് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. നമ്മളിത് വട്ടത്തിലരിയുമ്പോൾ നമുക്ക് വറുത്തെടുക്കാൻ കുറച്ച് ടൈം എടുക്കും. ഇനി 1 കപ്പ് തേങ്ങ, ഇനി ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ പുളി, എണ്ണ ആവശ്യത്തിന്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് തേങ്ങ എണ്ണയാണ്. നമ്മൾ ഇഞ്ചി വറുത്ത് കറി വയ്ക്കുന്നത് കൊണ്ട് കുറച്ചധികം എണ്ണ തന്നെ നമുക്കിതിന് ആവശ്യം വരും. കടുക്, 2 വറ്റൽമുളക്, 2 തണ്ട് കറിവേപ്പില, ഇനി ഒരു 3 അല്ലി വെളുത്തുള്ളി നെടുകെ കീറിയത്, 4 ചെറിയ ഉള്ളി നെടുകെ കീറിയത്, 1/4 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ജീരകം, പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ആദ്യം നമുക്ക് ഇഞ്ചി വറുത്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാനിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണയൊന്ന് ചൂടായത് നമുക്കതിലോട്ട് ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തീ സിമ്മിൽ വെച്ചിട്ട് ഈ ഇഞ്ചി നല്ലൊരു ബ്രൗൺ കളറാവുന്നവരെ, നല്ലൊരു മണം വരുന്നവരെ ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഇഞ്ചിക്കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം നന്നായിട്ട് മൊരിയിച്ചെടുക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഈ വെളുത്തുള്ളിയും ഉള്ളിയും ആദ്യം തന്നെ ചേർക്കുകയാണെങ്കിൽ അത് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ചേർത്തത്. ഇപ്പോൾ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ലൊരു മണവും വരുന്നുണ്ട്. നമുക്കിനി ഇത് കോരി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി തേങ്ങയും കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാത്രത്തിലോട്ട് അല്പം എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതും ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 4-5 മിനിറ്റ് സോട്ട് ചെയ്തതിന് ശേഷം ഇതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും ഈ കറിവേപ്പിലയും തേങ്ങയും കൂടി സോട്ട് ചെയ്യാം. ഇനി ഈ തേങ്ങ ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആയി തുടങ്ങുമ്പോൾ ഇതിലോട്ട് ഉലുവയും ജീരകവും ചേർത്ത് കൊടുക്കാം. ജീരകവും ഉലുവയും നമ്മൾ പൊടിയായിട്ടാണ് ചേർക്കുന്നതെങ്കിൽ നമ്മൾ മറ്റുള്ള പൊടികളൊക്കെ ചേർക്കുമ്പോൾ അവസാനം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ തേങ്ങ നമ്മൾ ഇഞ്ചി വറുത്തെടുത്ത പോലെ തന്നെ നല്ലൊരു ബ്രൗൺ കളറാവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ തേങ്ങ നന്നായിട്ട് കളറൊക്കെ മാറി ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മളിതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടത് മിക്സ് ചെയ്യാം. അതുപോലെ തന്നെ തീ ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഈ പൊടികളുടെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറുന്നവരെ സോട്ട് ചെയ്ത് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി തണുക്കാൻ വയ്ക്കാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇഞ്ചി ഇട്ട് കൊടുത്ത് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി ഇതുപോലെ തന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഈ ഇഞ്ചി അരച്ച് വെച്ചതിൻ്റെ കൂടെ നമ്മൾ തേങ്ങ അരച്ചതും കൂടി ചേർത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇഞ്ചിക്കറി വെക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനെടുത്തിട്ടുള്ളത് തേങ്ങ എണ്ണയാണ്. ഇനി എണ്ണയൊന്ന് ചൂടായത് നമുക്കിതിലോട്ട് കടുക് ചേർത്ത് കൊടുക്കാം. ഇനി വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കും. കാരണം നമ്മൾ ഈ കറി തിളപ്പിക്കുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറ്റി വരും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പുളിവെള്ളവും കൂടി നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം.
പുളി നമ്മൾ ഒഴിച്ചതിന് ശേഷം ടേസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനെ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞ് വരുന്നവരെ ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. ഇപ്പോൾ ഞാനതിൻ്റെ ഉപ്പും പുളിയൊക്കെ ചെക്ക് ചെയ്തപ്പോൾ എല്ലാം കറക്റ്റായിട്ട് തന്നെ ഉണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്, ശർക്കര. ശർക്കര ചേർക്കുന്നത് ഓപ്ഷണലാണ്, പക്ഷേ ശർക്കര ചേർക്കുമ്പോൾ ഇഞ്ചിക്കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ദാ ഇതുപോലെ ചെറിയൊരു കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ടൊന്ന് കുറുകി വരുന്നവരെ നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് കുറുകി വന്നിട്ടുണ്ട്. ദാ ഇപ്പോൾ നമ്മുടെ അടിപൊളി ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.